നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 24/5/2025 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇനി ഇന്നത്തെ റബ്ബർ വില: കോട്ടയം ബോർഡ് വില RSS 4 കിലോ 197, RSS 5 194, ISNL 173, ലാറ്റക്സ് 60% 145 രൂപ 80 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 197, RSS 5 കിലോ 194. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 190, ലോട്ട് കിലോ 178 മുതൽ 183 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 130, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 90 രൂപ 50 പൈസയുമാണ്. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ RSS 4 കിലോ 189, RSS 5 കിലോ 186, ISNL 171 രൂപ 50 പൈസ മുതൽ 172 രൂപയാണ്. ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. ഇപ്പോൾ എല്ലാവരും നിരാശയിലാണ്. മഴയുടെ സീസൺ ആയതുകൊണ്ട് നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയിലൊക്കെ. അതുകൊണ്ട് ഇന്നാരും ടാപ്പ് ചെയ്യാൻ ഇറങ്ങിയില്ല. കർഷകരും തൊഴിലാളികളും വളരെ ദുഃഖത്തിലും നിരാശയിലുമാണ്. പ്രദേശത്തു നിന്ന് വന്നു കിടക്കുന്ന തൊഴിലാളികൾ അവർ കവറിടാത്ത മരങ്ങളായതുകൊണ്ട് അവർക്ക് ടാപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ട് അവരും വളരെ പ്രയാസത്തിലാണ്. കാര്യം ഡെയിലി ചിലവിനുള്ള പൈസയെങ്കിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് വിഷമം. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് 1 ഗ്രാം 8,940, 1 പവൻ 71,520. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 9,753, 1 പവൻ 78,024 രൂപയാണ്. കുരുമുളക് വില അൺഗാർബിൾഡ് കിലോ 679, ഗാർബിൾഡ് കിലോ 699, പുതിയത് കിലോ 669. കാഞ്ഞിരക്കുരു 1850, ജാതിക തൊണ്ടോടുകൂടി 200 മുതൽ 240, തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, വെളിച്ചെണ്ണ ലിറ്ററിന് 360. കൊപ്ര എടുത്തപടി 190, കൊക്കോ 340, കശുവണ്ടി കിലോ 116. അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420 രൂപയാണ്. COVID-19 കഴിഞ്ഞപ്പോൾ നമുക്കറിയാം എന്തെല്ലാം പ്രതിസന്ധികളാണ് അന്ന് നമുക്ക് നേരിട്ടത്. എന്നാൽ ഇപ്പോൾ കോവിഡ് ജാഗ്രതാ നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്രതയോടെ കൈകാര്യം ചെയ്താൽ ഒരു കുഴപ്പവും വരത്തില്ല. ഇത് പേടിക്കാനൊന്നുമില്ല. പനിയോ അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറെ കാണുക, ചികിത്സിക്കുക, അല്ലാതെ സ്വയം ചികിത്സ അരുത്. ഇനി വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാല സീസണാണ്. ഇനി പനി അങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൊതുകുകൾ വരാതിരിക്കാൻ ചിരട്ട, തൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിച്ച് വെക്കുക, കമത്തി വെക്കുക. ചിരട്ട അങ്ങനെ പ്ലാസ്റ്റിക് ഡപ്പകളാലും അങ്ങനെ കൊതുകുകൾ മുട്ടയിടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക്കുകൾ ഹരിതസേനയ്ക്ക് കൊടുക്കുക.